Hi guys. Teaser എങ്ങനെയായിരുന്നു? ഞാൻ saw. Nice okay. The cinema. I personally feel that ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല ക്യാരക്ടറാണ്, ഏറ്റവും ചാലഞ്ച് ചെയ്ത ക്യാരക്ടറാണ്. As a movie, it is one of the best films that I've done. Releasing മുന്നേ എങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, but I feel that എൻ്റെ കോൺഫിഡൻസ് I should let you know that why I've done this film. ഈ സിനിമ എന്തുകൊണ്ട് നിങ്ങൾ കാണണമെന്നും ഇത് ജസ്റ്റ് ഒരു സിനിമ ആയിരിക്കില്ല. ഡെഫിനറ്റ്ലി ഒരു സിനിമ കണ്ടതിന് ശേഷം ടേക്ക് അവേ സംതിങ് തന്നു. ആൻഡ് സിനിമയിൽ എൻ്റെ കൂടെ പറ്റിയത് ഈ ഓർമ്മ മഹിമയാണ്. മഹിമ ഐ തിങ്ക് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വളരെ മോസ്റ്റ് എന്നെ ഇനിയൊക്കെ സമ്മാനം നമ്മുടെ കോ ആക്ടേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ഷുഡ് സംസാരം ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ, അതിൽ കാണുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ഞാൻ മഹിമയോടൊപ്പം ഇതിന് മുന്നേ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ഞാൻ നായകനായിരുന്നില്ല, മഹിമ ആ പടത്തിലെ നായികമായിരുന്നില്ല. മാസ്റ്റർ പീസ് എന്ന സിനിമ ഉണ്ടായിരുന്നു, ഞാൻ അതൊരു വില്ലനായിട്ട് അഭിനയിച്ചിട്ടായിരുന്നു. മഹിമനെ അന്ന് ഞാൻ ഇടയ്ക്കടിച്ച് പക്ഷേ അന്ന് മഹിമ എത്തില്ല. ഫിനിക്സ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നു. ഷീസ് ഗിവൻ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ഇൻ ദ കമ്മിങ് ലാസ്റ്റ് ഇയറിൽ RDX. ആൻഡ് ഒരുപാട് നല്ല സിനിമകൾ തമിഴിലും തെലുങ്കിലൊക്കെ ചെയ്യുന്നുണ്ട്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ബോളിവുഡ് ഡെബ്യൂ. ബിക്കോസ് നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഒരുപാട് ഭാഷകൾ വളരെ ക്ലിയറായിട്ട് കോൺഫിഡൻസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തൊരു ആക്ടറാണ്. ആൻഡ് താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ജയഗണേഷ്. എൻ്റെ ഒപ്പം ഒരുപാട് നല്ല ആക്ടേഴ്സ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. യെസ്റ്റർഡേ ഹീറോയിൻ ജോമോൾ ഇതിലൊരു കംബാക്ക്, ഒരു റീ എൻട്രി പോലെ ഫാന്റാസ്റ്റിക് ജോബ്. നന്ദു ചേട്ടൻ അഭിനയിക്കുന്നു. പിന്നെ ഒരുപാട് ആക്ടേഴ്സ്, ഐ എം നോട്ട് ടേക്കിംഗ് നെയിംസ്. രഞ്ജി ശങ്കറാണ് ഈ സിനിമയിലെ റൈറ്റർ ഡയറക്ടർ. എനിവേസ് നല്ലൊരു സിനിമയായിരിക്കും. ഈ സിനിമയിലത്തെ ആദ്യത്തെ പാട്ടാണ് നമ്മൾ ഏതെങ്കിലും വീഡിയോ നിങ്ങൾ പുറത്തു വിടും. ഇനിയും ഒരുപാട് പാട്ടുകൾ വരാണ്ട് ഒരു ട്രെയിലർ വരും. ആൻഡ് ഇവൻച്വലി April 11th മൂവി വിൽ കം ഔട്ട് ഇൻ തിയേറ്റേഴ്സ്. നിങ്ങൾ എല്ലാവരും പോയി കാണണം. ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.